നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ഒന്നാമത്തെ ചോദ്യം, മാർക്കോ പോളോ ഏത് രാജ്യക്കാരനായിരുന്നു? പേർഷ്യക്കാരൻ, വെനീഷ്യക്കാരൻ, ഇറ്റാലിയൻ, ഇന്ത്യക്കാരൻ? മാർക്കോ പോളോ വെനീഷ്യക്കാരനായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ധനികനും പ്രായം കുറഞ്ഞതുമായ വ്യക്തി ആരാണ്? മാർക്കോ ജൂലിസ്, എഡ്വേർഡ് ജെയ്സൺ, കെവിൻ ഡേവിഡ്, ജെയിംസ് ഹുക്ക്? കെവിൻ ഡേവിഡ് ആണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഏറ്റവും ജനസംഖ്യയുള്ള ആഫ്രിക്കൻ രാജ്യം ഏതാണ്? കെനിയ, അംഗോള, നൈജീരിയ, ബെനിൻ? ഏറ്റവും ജനസംഖ്യയുള്ള ആഫ്രിക്കൻ രാജ്യമാണ് നൈജീരിയ. നാലാമത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹൈവേ മൈലുകളുള്ള രാജ്യമേത്? ചൈന, റഷ്യ, ഭൂട്ടാൻ, ഭോപ്പാൽ? ഏറ്റവും കൂടുതൽ ഹൈവേ മൈലുകൾ ഉള്ളത് ചൈനയിലാണ്. അഞ്ചാമത്തെ ചോദ്യം, റോമിയോ ആൻഡ് ജൂലിയറ്റ് എഴുതിയത് ആരാണ്? തോമസ് ക്രീക്ക്, പോളണ്ട് സൂയിസ്, മിൽക്ക സൂറത്ത്, വില്യം ഷേക്സ്പിയർ? റോമിയോ ആൻഡ് ജൂലിയറ്റ് എഴുതിയത് വില്യം ഷേക്സ്പിയർ ആയിരുന്നു. ആറാമത്തെ ചോദ്യം, സന്ധ്യാനക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹത്തിൻ്റെ പേരെന്താണ്? ശനി, ബുധൻ, ശുക്രൻ, യുറാനസ്? സന്ധ്യാനക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ഏഴാമത്തെ ചോദ്യം നോക്കാം. ശരീരത്തിലുടനീളം രക്തം പമ്പ് ചെയ്യുന്ന അവയവത്തിൻ്റെ പേരെന്താണ്? കരൾ, ഹൃദയം, വൃക്ക, ധമനി? രക്തം പമ്പ് ചെയ്യുന്ന അവയവം ഹൃദയമാണ്. എട്ടാമത്തെ ചോദ്യം നോക്കാം. ഭക്ഷണം വിഘടിപ്പിക്കുന്ന അവയവത്തിൻ്റെ പേരെന്താണ്? കുടൽ, കിഡ്നി, ഹൃദയം, ആമാശയം? ഭക്ഷണം വിഘടിപ്പിക്കുന്ന അവയവത്തിൻ്റെ പേര് ആമാശയം എന്നാണ്. ഒമ്പതാമത്തെ ചോദ്യം, ബഹിരാകാശത്തേക്ക് ആദ്യമായി യാത്ര ചെയ്ത വ്യക്തിയുടെ പേരെന്താണ്? സുനിത വില്യംസ്, ആര്യ ജേക്കബ്, യൂറി ഗഗാറിൻ, ലൂയിസ് ചോപ്ര? യൂറി ഗഗാറിൻ ആണ് ശരിയായ ഉത്തരം. പത്താമത്തെ ചോദ്യം, ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യമരം സ്ഥാപിച്ചത് എവിടെയാണ്? നോർത്ത് പോള്, ലണ്ടൻ, ആഫ്രിക്ക, ന്യൂയോർക്ക്? ന്യൂയോർക്കിലാണ്. 11ാമത്തെ ചോദ്യം, സഹ്യൻ്റെ മകൻ എന്നറിയപ്പെടുന്ന മൃഗം ഏത്? ആന, കടുവ, കഴുത, കുരങ്ങൻ? സഹ്യൻ്റെ മകൻ എന്നറിയപ്പെടുന്ന മൃഗമാണ് ആന. 12ാമത്തെ ചോദ്യം നോക്കാം. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇടുക്കി, കോട്ടയം, കണ്ണൂർ, വയനാട്? കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. 13ാമത്തെ ചോദ്യം, ഹരിത യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം? ഹരിയാന, ബംഗാൾ, സിക്കിം, രാജസ്ഥാൻ? ഹരിത യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനമാണ് ബംഗാൾ. 14ാമത്തെ ചോദ്യം നോക്കാം. കീടനാശിനി പാക്കറ്റുകളിൽ ചുവപ്പ് ത്രികോണം സൂചിപ്പിക്കുന്നത് മാരക വിഷാംശം, സുരക്ഷിതം, അപകടം, രോഗം വരുത്തും? ചുവപ്പ് ത്രികോണം സൂചിപ്പിക്കുന്നത് മാരക വിഷാംശം എന്നാണ്. 15ാമത്തെ ചോദ്യം നോക്കാം. ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആര്? ഷാജഹാൻ, അക്ബർ, ജഹാംഗീർ, ബാബർ? ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആണ്. 16ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത്? എറണാകുളം, കോട്ടയം, കൊല്ലം, തൃശ്ശൂർ? എറണാകുളമാണ് ശരിയായ ഉത്തരം. 17ാമത്തെ ചോദ്യം, ഹിന്ദിയെ മൂന്നാമത്തെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച വിദേശ കോടതി? അബുദാബി, സൗദി, ഇറാൻ, പാകിസ്ഥാൻ? അബുദാബി കോടതിയായിരുന്നു. 18ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം ഏത്? തേക്ക്, മാവ്, അഗർവുഡ്, മഹാഗണി? സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം അഗർവുഡ് ആണ്.
19ാമത്തെ ചോദ്യം 4 ആര്യസത്യങ്ങൾ ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതം, യഹോവ, സിഖ് മതം, ഇവയൊന്നുമല്ല. 4 ആര്യസത്യങ്ങൾ ഉള്ള മതമാണ് ബുദ്ധമതം. 20ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള? ഗോതമ്പ്, ചോളം, നെല്ല്, റാഗി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിളയാണ് നെല്ല്. 21ാമത്തെ ചോദ്യം. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി, സ്വാമി അയ്യപ്പൻ. വൈകുണ്ഠസ്വാമികളാണ് ശരിയായ ഉത്തരം. 22ാമത്തെ ചോദ്യം. AKGയുടെ നേതൃത്വത്തിൽ കർഷകജാഥ നടന്ന വർഷം? 1960, 1958, 1962, 1959. 1960 ശരിയായ ഉത്തരം. 23ാമത്തെ ചോദ്യം. പട്ടിണി കിടക്കുന്നവനോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആരുടെ വാക്കുകൾ? EK നായനാർ, സ്വാമി വിവേകാനന്ദൻ, KT കോശി, അയ്യങ്കാളി. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളായിരുന്നു. 24ാമത്തെ ചോദ്യം. വിക്ടോറിയ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ്. വിക്ടോറിയ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. 25ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 12 വർഷം, 11 വർഷം, 10 വർഷം, 9 വർഷം. 10 വർഷം കൂടുമ്പോഴാണ്. 26ാമത്തെ ചോദ്യം നോക്കാം. മറീന ബീച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മദ്രാസ്, മുംബൈ, ഡൽഹി, സൂറത്ത്. മറീന ബീച്ച് സ്ഥിതി ചെയ്യുന്നത് മദ്രാസിലാണ്. 27ാമത്തെ ചോദ്യം. ഇന്ത്യയുമായി കരയതിർത്തിയിലുള്ള ഏറ്റവും ചെറിയ രാജ്യം ഏത്? ഭൂട്ടാൻ, ചൈന, പാകിസ്ഥാൻ, റഷ്യ. ഇന്ത്യയുമായി കരയതിർത്തിയിലുള്ള ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. 28ാമത്തെ ചോദ്യം. സാനിയ ഏതു മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? നൃത്തം, സംഗീതം, കായികം, ഗുസ്തി. സാനിയ മിർസ കായിക രംഗത്താണ് പ്രസിദ്ധി നേടിയത്. 29ാമത്തെ ചോദ്യം. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ. കയ്യൂർ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. 30ാമത്തെ ചോദ്യം നോക്കാം. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2, ഫെബ്രുവരി 7, ഫെബ്രുവരി 11, ഫെബ്രുവരി 18. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-നാണ്. 31ാമത്തെ ചോദ്യം. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പുരസ്കാരം ലഭിച്ച സംഘടന? വൃന്ദ, ചോല, സ്റ്റേ, നന്ദി. ചോല എന്ന സംഘടനയ്ക്കാണ്. 32ാമത്തെ ചോദ്യം. കേരള ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ ആദ്യ അക്കാദമി നിലവിൽ വരുന്ന സ്ഥലം? വടക്കൈ, ഒറ്റപ്പാലം, പുനലൂർ, മാടായിപ്പാറ. ഒറ്റപ്പാലത്താണ്. 33ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ സ്ഥിരീകരിച്ച ആദ്യ സംസ്ഥാനം? കേരളം, തമിഴ്നാട്, ഹരിയാന, കർണാടക. ആദ്യമായി ഒമിക്രോൺ സ്ഥിരീകരിച്ചത് കർണാടകയിലായിരുന്നു. 33ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഓഫീസ് സംവിധാനം നടപ്പിലാക്കുന്ന ജില്ല? കോഴിക്കോട്, ഇടുക്കി, വയനാട്, തൃശ്ശൂർ. ഓഫീസ് സംവിധാനം നടപ്പിലാക്കുന്ന ജില്ല വയനാടാണ്. 34ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ദിനം എന്ന്? ഡിസംബർ 2, ഡിസംബർ 12, ഡിസംബർ 7, ഡിസംബർ 27. ഡിസംബർ 7-നാണ്. 35ാമത്തെ ചോദ്യം. 2021 ഡേവിസ് കപ്പ് കിരീടം നേടിയ രാജ്യം ഏത്? റഷ്യ, ഭൂട്ടാൻ, നേപ്പാൾ, ഇന്ത്യ. റഷ്യയാണ് ശരിയായ ഉത്തരം. 36ാമത്തെ ചോദ്യം. ഗവൺമെൻറ് ജോലി സമയം ആഴ്ചയിൽ 4½ ദിവസം ആക്കുന്ന ആദ്യ രാജ്യം?
UAE, ഇറാൻ, ഓസ്ട്രേലിയ, ചൈന. UAE ആണ് ശരിയായ ഉത്തരം. 37ാമത്തെ ചോദ്യം. കഞ്ചാവ് നിയമവിധേയമാക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം? ഇസ്രായേൽ, മ്യാൻമാർ, ജർമ്മനി, പേർഷ്യ. കഞ്ചാവ് നിയമവിധേയമാക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി. 38ാമത്തെ ചോദ്യം. ദയാവധത്തിനുള്ള ഉപകരണത്തിന് നിയമാനുമതി നൽകിയ ആദ്യ രാജ്യം? സ്വിറ്റ്സർലാൻഡ്, സ്വീഡൻ, ലണ്ടൻ, ഇന്ത്യ. നിയമാനുമതി നൽകിയ ആദ്യ രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. 39ാമത്തെ ചോദ്യം. കേരള കൈത്തറിയുടെ പുതിയ മുദ്ര രൂപകൽപ്പന ചെയ്ത വ്യക്തി? മുഹമ്മദ് ഹാരസ്, ജേക്കബ് ലോയെ, മുകുന്ദൻ നായർ, ഷിബിനായിരുന്നു. 40ാമത്തെ ചോദ്യം. സിഗരറ്റ് വാങ്ങാനുള്ള പ്രായപരിധി വർഷം തോറും കൂട്ടാൻ തീരുമാനിച്ച രാജ്യം? ന്യൂസിലാൻഡ്, ന്യൂയോർക്ക്, പേർഷ്യ, വെനീസ്. ന്യൂസിലാൻഡാണ് ശരിയായ ഉത്തരം. 41ാമത്തെ ചോദ്യം. ആദ്യ ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം? അമേരിക്ക, ഇറ്റലി, ബ്രിട്ടൻ, ഇന്ത്യ. ആദ്യ ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്തത് ബ്രിട്ടനിലായിരുന്നു. 42ാമത്തെ ചോദ്യം. കേരളത്തിൽ ആദ്യം മൈക്രോൺ റിപ്പോർട്ട് ചെയ്ത ജില്ല? എറണാകുളം, തൃശ്ശൂർ, പത്തനംതിട്ട, കണ്ണൂർ. കേരളത്തിൽ ആദ്യം മൈക്രോൺ റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്തായിരുന്നു. 43ാമത്തെ ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ പേപ്പർ രഹിത സർക്കാർ? ഇന്ത്യ, ഖത്തർ, ദുബായ്, അബുദാബി. ലോകത്തിലെ ആദ്യത്തെ പേപ്പർ രഹിത സർക്കാർ ദുബായ് സർക്കാരായിരുന്നു. 44ാമത്തെ ചോദ്യം. ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആധാറുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം? കർണാടക, സിക്കിം, ഡൽഹി, കേരളം. കേരളമാണ് ശരിയായ ഉത്തരം. 45ാമത്തെ ചോദ്യം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ ജില്ല ഏത്? കോട്ടയം, കൊല്ലം, തൃശ്ശൂർ, എറണാകുളം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് കോട്ടയം ജില്ലയിലായിരുന്നു. 46ാമത്തെ ചോദ്യം. ബാലവേല കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച സംസ്ഥാനം? കർണാടക, തമിഴ്നാട്, രാജസ്ഥാൻ, കേരളം. കേരളമാണ് ശരിയായ ഉത്തരം. 47ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ? ആനി ബാബു, അരുണിമ ഗോകുൽ, ദീപ ജോസഫ്, ദേവി ചൈതന്യ. ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ ദീപ ജോസഫ് ആയിരുന്നു. 48ാമത്തെ ചോദ്യം. പ്രഥമ കേരള ഒളിമ്പിക് ഗെയിംസിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ? മമ്മൂട്ടി, ഇന്ദ്രജിത്ത്, മോഹൻലാൽ, ജയറാം. ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുത്തത് മോഹൻലാലിനെ ആയിരുന്നു. 49ാമത്തെ ചോദ്യം. വിയറ്റ്നാമിൽ നിന്ന് അമേരിക്ക ഔദ്യോഗികമായി പിന്മാറിയ വർഷം? 1973, 1972, 1970, 1969. 1973 50ാമത്തെ ചോദ്യം. വാട്ടർലൂ യുദ്ധം നടന്നത് ഏത് രാജ്യത്താണ്? വെനീസ്, ബെൽജിയം, സൂറത്ത്, മലേഷ്യ. വാട്ടർലൂ യുദ്ധം നടന്നത് ബെൽജിയത്തായിരുന്നു. 51ാമത്തെ ചോദ്യം. ഒരു സ്നൂക്കർ കളിയിൽ പരമാവധി എത്ര സ്കോർ ലഭിക്കും? 146, 145, 147, 144. സ്നൂക്കർ കളിയിൽ പരമാവധി 147 സ്കോർ ലഭിക്കും. 52ാമത്തെ ചോദ്യം. റോസറ്റ കല്ല് എവിടെയാണ് കണ്ടെത്തിയത്? ഇറാൻ, ഇസ്രായേൽ, ലണ്ടൻ, ഈജിപ്ത്. റോസറ്റ കല്ല് കണ്ടെത്തിയത് ഈജിപ്തിലായിരുന്നു. 53ാമത്തെ ചോദ്യം. ഏറ്റവും ചൂടേറിയ സമുദ്രം ഏത്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം. ഏറ്റവും ചൂടേറിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. 54ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യ ഭാഷ ഏത്? സംസ്കൃതം, ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യ ഭാഷയാണ് സംസ്കൃതം.
55-ാമത്തെ ചോദ്യം, മദർ തെരേസയ്ക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം 1980, 1979, 1970, 1965. 1970-കളിലായിരുന്നു. 56-ാമത്തെ ചോദ്യം, മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്. ആദ്യമായി ഉപയോഗിച്ചത് ഹരിയാനയായിരുന്നു. 57-ാമത്തെ ചോദ്യം, ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് നദികൾ, തണ്ണീർത്തടങ്ങൾ, മലനിരകൾ, അണക്കെട്ടുകൾ. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. 58-ാമത്തെ ചോദ്യം, കേവൽ ദേവ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക, കേരളം, സിക്കിം, രാജസ്ഥാൻ. കേവൽ ദേവ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. 59-ാമത്തെ ചോദ്യം, ആരുടെ തൂലികാനാമമാണ് ഒളപ്പമണ്ണ? നാരായണ മേനോൻ, നാരായണൻ നമ്പൂതിരി, അച്യുതൻ നമ്പൂതിരി, സുബ്രഹ്മണ്യൻ നമ്പൂതിരി. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ. 60-ാമത്തെ ചോദ്യം, മലയാള നോവലായ ഇന്ദുലേഖയുടെ രചയിതാവ് ആര്? ചന്തു മേനോൻ, അപ്പുനെടുങ്ങാടി, സി വി രാമൻ, നാരായണൻ നമ്പൂതിരി. ചന്തു മേനോനാണ് ശരിയായ ഉത്തരം. 61-ാമത്തെ ചോദ്യം നോക്കാം. ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് എന്ന്? ഫെബ്രുവരി 1, മാർച്ച് 8, മാർച്ച് 4, ഫെബ്രുവരി 28. ശാസ്ത്രദിനം ഫെബ്രുവരി 28-നാണ് ആചരിക്കുന്നത്. 62-ാമത്തെ ചോദ്യം നോക്കാം. വേലുത്തമ്പി ദളവ ജനിച്ചത് എവിടെയാണ്? നാഗർകോവിൽ, കൽക്കുളം, മണ്ണടി, കുളച്ചൽ. വേലുത്തമ്പി ദളവ ജനിച്ചത് കൽക്കുളത്തായിരുന്നു. 63-ാമത്തെ ചോദ്യം നോക്കാം. വാസ്കോഡ ഗാമ അന്തരിച്ചത് എവിടെ വെച്ച്? കൊച്ചി, മുംബൈ, പുതുച്ചേരി, കൊടുങ്ങല്ലൂർ. വാസ്കോഡ ഗാമ അന്തരിച്ചത് കൊച്ചിയിലായിരുന്നു. 64-ാമത്തെ ചോദ്യം നോക്കാം. ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി 5 വർഷം, 10 വർഷം, 15 വർഷം, 25 വർഷം. കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. 65-ാമത്തെ ചോദ്യം നോക്കാം. എടക്കൽ ശിലാഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല? കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്. എടക്കൽ ശിലാഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. 66-ാമത്തെ ചോദ്യം നോക്കാം. കുലശേഖര രാജാക്കന്മാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊടുങ്ങല്ലൂർ, മഹോദയപുരം, ദേശിയങ്ങാട്, തിരുവഞ്ചിക്കുളം. മഹോദയപുരത്തായിരുന്നു. 67-ാമത്തെ ചോദ്യം. 1750-ൽ തൃപ്പടിദാനം നിർവഹിച്ച തിരുവിതാംകൂർ രാജാവ്? സ്വാതി തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ധർമ്മരാജാവ്, ചിത്തിര തിരുനാൾ. മാർത്താണ്ഡവർമ്മയാണ് ശരിയായ ഉത്തരം. 68-ാമത്തെ ചോദ്യം നോക്കാം. കേരളം ഭരിച്ചിരുന്ന വരഗുണ മഹാരാജാവിനെ വിശേഷിപ്പിച്ചിരുന്നത് ഏതു പേരിലാണ്? വിക്രമാദിത്യൻ, അശോകൻ, കനിഷ്കൻ. ഇവയൊന്നുമല്ല. അശോകൻ എന്നായിരുന്നു. 69-ാമത്തെ ചോദ്യം നോക്കാം. കുളച്ചൽ യുദ്ധം നടന്നത് എന്ന്? 1653, 1741, 1744, 1750. 1741-നായിരുന്നു. 70-ാമത്തെ ചോദ്യം നോക്കാം. ജീവവിജ്ഞാനത്തെക്കുറിച്ച് വിവരങ്ങൾ ആദ്യമായി ലിഖിത രൂപത്തിൽ സൂക്ഷിച്ചതാര്? ബ്രിട്ടീഷുകാർ, ഗ്രീക്കുകാർ, പോളണ്ടുകാർ, ഈജിപ്തുകാർ. ഗ്രീക്കുകാർ ആണ് ശരിയായ ഉത്തരം. 71-ാമത്തെ ചോദ്യം നോക്കാം. ഏകദേശം എത്ര വർഷം മുമ്പാണ് ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത്? 320 കോടി, 300 കോടി, 360 കോടി, 350 കോടി. 320 കോടി വർഷങ്ങൾക്ക് മുമ്പ്. 72-ാമത്തെ ചോദ്യം നോക്കാം. കേസരി സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീരുമേട്, മുതുകുളം, പുളിമൂട്, നെയ്യാടി. കേസരി സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് പുളിമൂടാണ്. 73-ാമത്തെ ചോദ്യം. ടൈഗർ വുഡ്സ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിങ്, ഹോക്കി, ഗോൾഫ്,
ഫുട്ബോള്. ടൈഗർ വുഡ്സ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 74-ാമത്തെ ചോദ്യം. 3 സികളുടെ നഗരം എന്നറിയപ്പെടുന്നത്? കണ്ണൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ്, തലശ്ശേരി. 3 സികളുടെ നഗരം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. 75-ാമത്തെ ചോദ്യം. ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഫലം ഏത്? മാങ്ങ, കൈതച്ചക്ക, തക്കാളി, ആപ്പിൾ. ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഫലമാണ് മാങ്ങ. 76-ാമത്തെ ചോദ്യം. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? രാജസ്ഥാൻ, ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന. കുരുക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. 77-ാമത്തെ ചോദ്യം നോക്കാം. ലോക സിനിമയുടെ മക്ക എന്നറിയപ്പെടുന്നത്? മോളിവുഡ്, ടോളിവുഡ്, ബോളിവുഡ്, ഹോളിവുഡ്. ലോക സിനിമയുടെ മക്ക എന്നറിയപ്പെടുന്നത് ഹോളിവുഡാണ്. 78-ാമത്തെ ചോദ്യം നോക്കാം. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം? കൊല്ലം, ചെറുതുരുത്തി, തലയോലപ്പറമ്പ്, ചെമ്പൂക്കാവ്. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയിലാണ്. 79-ാമത്തെ ചോദ്യം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? തൃശ്ശൂർ, തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. 80-ാമത്തെ ചോദ്യം. പൂതപ്പാട്ടിൻ്റെ രചയിതാവ് ആര്? ഇടശ്ശേരി, തകഴി, എം മുകുന്ദൻ, കുഞ്ചൻ നമ്പ്യാർ. പൂതപ്പാട്ടിൻ്റെ രചയിതാവ് ഇടശ്ശേരി ആയിരുന്നു. 81-ാമത്തെ ചോദ്യം നോക്കാം. മഹാത്മാഗാന്ധി മരിച്ച വർഷം? 1949, 1947, 1948, 1950. മഹാത്മാഗാന്ധി മരിച്ചത് 1948. 82-ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ വേണ്ട കുറഞ്ഞ പ്രായം? 20 വയസ്സ്, 35 വയസ്സ്, 40 വയസ്സ്, 25 വയസ്സ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. 83-ാമത്തെ ചോദ്യം. ആദ്യ T20 ക്രിക്കറ്റ് ലോകകപ്പ് ചാമ്പ്യൻ നേടിയ രാജ്യം? ഇന്ത്യ, ചൈന, അമേരിക്ക, ബ്രിട്ടൻ. ആദ്യ T20 ക്രിക്കറ്റ് ലോകകപ്പ് ചാമ്പ്യൻ നേടിയ രാജ്യം ഇന്ത്യയായിരുന്നു. 84-ാമത്തെ ചോദ്യം. ദക്ഷിണ ഗംഗോത്രി എവിടെ സ്ഥിതി ചെയ്യുന്നു? അന്റാർട്ടിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, റഷ്യ. ദക്ഷിണ ഗംഗോത്രി എവിടെ സ്ഥിതി ചെയ്യുന്നു? അന്റാർട്ടിക്കയിലാണ്. 85-ാമത്തെ ചോദ്യം. ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ പശുപതിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. പശുപതിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. 86-ാമത്തെ ചോദ്യം. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ, കൊൽക്കത്ത. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. 87-ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ റുപ്പിയുടെ സംവിധായകൻ ആര്? രഞ്ജിത്ത്, മഹി, ലാൽ, സിറിൻ. 87-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം രഞ്ജിത്താണ്. 88-ാമത്തെ ചോദ്യം. ചിത്രകാരനായ HS റാസയുടെ പ്രശസ്ത ചിത്രം? രചന, പ്രകൃതി, കവിയത്രി, പ്രഭാഷണം. HS റാസയുടെ പ്രശസ്ത ചിത്രമാണ് പ്രകൃതി. 89-ാമത്തെ ചോദ്യം. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴ ഏത്? ശിരുവാണിപ്പുഴ, ഗായത്രിപ്പുഴ, കുന്തിപ്പുഴ, കണ്ണാടിപ്പുഴ. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. 90-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം? കഞ്ചിക്കോട്, പൂവം, ഷൊർണൂർ, കൈതളം. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോടാണ്. 91-ാമത്തെ ചോദ്യം നോക്കാം. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആര്? ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ, ടിപ്പു സുൽത്താൻ, ഹൈദരലി. ആരാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചത്? ഹൈദരലി ആയിരുന്നു.
92ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാത്രക്കടവ്, നെല്ലിയാമ്പതി, മലമ്പുഴ, പറമ്പിക്കുളം. ആദ്യ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴയിലാണ്. 93ാമത്തെ ചോദ്യം നോക്കാം. വാഗൺ ട്രാജഡി നടന്ന വർഷം? 1921, 1922, 1920, 1924. വാഗൺ ട്രാജഡി എന്ന ദുഃഖകരമായ സംഭവം നടന്നത് 1920 94ാമത്തെ ചോദ്യം. തുഞ്ചൻ രാമാനുജൻ എഴുത്തച്ഛൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പെരിന്തൽമണ്ണ, മഞ്ചേരി, തിരൂർ, പൊന്നാനി. തിരൂരാണ്. 95ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ? തിരൂർ ബേപ്പൂർ, കോഴിക്കോട് മംഗലാപുരം, ഷൊർണൂർ കോയമ്പത്തൂർ, കൊല്ലം തിരുനെൽവേലി. കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ തിരൂർ ബേപ്പൂർ ആയിരുന്നു. 96ാമത്തെ ചോദ്യം. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം? കൊണ്ടോട്ടി, പൊന്നാനി, ബേപ്പൂർ, തേഞ്ഞിപ്പാലം. 96ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം തേഞ്ഞിപ്പാലമാണ്. 97ാമത്തെ ചോദ്യം. ചെറിയ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? കൊണ്ടോട്ടി, മഞ്ചേരി, പൊന്നാനി, തിരുവല്ല. ചെറിയ മക്ക എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലമാണ് മഞ്ചേരി. 98ാമത്തെ ചോദ്യം. ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായുള്ള വൃക്ഷത്തോട്ടമുള്ള സ്ഥലം? തുഷാരഗിരി, കുറ്റ്യാടി, കല്ലായി, പെരുവണ്ണാമൂഴി. പെരുവണ്ണാമൂഴിയാണ് ശരിയായ ഉത്തരം. 99ാമത്തെ ചോദ്യം. കേരള സംസ്ഥാനം നിലവിൽ വന്ന സമയത്ത് ഏറ്റവും വലിയ ജില്ല ഏത്? മലബാർ, തൃശ്ശൂർ, മലപ്പുറം, തിരുവനന്തപുരം. ഏറ്റവും വലിയ ജില്ലയായിരുന്നത് മലബാർ ആയിരുന്നു. 100ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ സീസണിൽ വരുമാനം കൂടുതലുള്ള ക്ഷേത്രം? ശബരിമല, അമർനാഥ്, ഗുരുവായൂർ, തിരുനെല്ലി. സീസണിൽ വരുമാനം കൂടുതലുള്ള ക്ഷേത്രമാണ് ശബരിമല. 101ാമത്തെ ചോദ്യം. പാതിരാമണൽ ദ്വീപ് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴ, കണ്ണൂർ, കോട്ടയം, തൃശ്ശൂർ. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. 102ാമത്തെ ചോദ്യം നോക്കാം. ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, കോഴിക്കോട്. ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 103ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം ഏത്? പുനലൂർ, വൈക്കം, വയലാർ, മാടായി. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാർ ആയിരുന്നു. 104ാമത്തെ ചോദ്യം നോക്കാം. ശബരിഗിരി പദ്ധതി ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? പെരിയാർ, കാവേരി, പമ്പ, ഇവയൊന്നുമല്ല. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ്. 105ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? വളപട്ടണം, ചെമ്പേരി, കാവേരി, മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം. 106ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല? കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം. കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല. 107ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത്? പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല. 108ാമത്തെ ചോദ്യം നോക്കാം. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഏഴിമല, കൊയിലാണ്ടി, തെന്മല, കോട്ടയ്ക്കൽ. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയിലാണ്. 109ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം? തലശ്ശേരി, മൂവാറ്റുപുഴ, ചങ്ങനാശ്ശേരി, പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂറാണ്. 110ാമത്തെ ചോദ്യം നോക്കാം. ചോര പ്രയോഗത്തിലൂടെ ശത്രുവിനെ തുരത്തുന്ന ജീവി ഏത്? പാമ്പ്, മരയോന്ത്,
കൊമ്പൻ മാക്രി തേള്. ചോര പ്രയോഗത്തിലൂടെ ശത്രുവിനെ തുരത്തുന്ന ജീവിയാണ് കൊമ്പൻ മാക്രി. 111 ക്വസ്റ്റ്യൻ നോക്കാം. നായയുടെ ശാസ്ത്രീയ നാമം എന്ത്? പാന്തറ ലിയോ, ലിയോ പാർഡലസ്, ക്യൂലിസ്റ്റർ, കാനിസ് ഫെമിലിയാരിസ്. നായയുടെ ശാസ്ത്രീയ നാമം കാനിസ് ഫെമിലിയാരിസ് എന്നാണ്. 112 ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചുണ്ടലിയുടെ ഗർഭകാലം എത്ര ദിവസമാണ്? 31 ദിവസം, 19 ദിവസം, 60 ദിവസം, 31 ദിവസം. ഒരു ചുണ്ടലിയുടെ ഗർഭകാലം 19 ദിവസമാണ്. 113 ക്വസ്റ്റ്യൻ നോക്കാം. ഒരേ സ്ഥലത്ത് തന്നെ പതിവായി മലവിസർജനം ചെയ്യുന്ന സ്വഭാവമുള്ള മൃഗമേത്? കാണ്ടാമൃഗം, സീബ്ര, ജിറാഫ്, കങ്കാരു. കാണ്ടാമൃഗമാണ് ശരിയായ ഉത്തരം. 114 ക്വസ്റ്റ്യൻ നോക്കാം. ശൈത്യകാലം മുഴുവൻ നിദ്ര നടത്തുന്ന ജീവി ഏത്? മുള്ളെലി, മുള്ളൻ പന്നി, ചുണ്ടലി, പൂച്ച. ശൈത്യകാലം മുഴുവൻ ഉറക്കം നടത്തുന്ന ജീവിയാണ് മുള്ളെലി. 115 ക്വസ്റ്റ്യൻ നോക്കാം. ചിമ്പാൻസിയുടെ സ്വദേശം എവിടെ? ആഫ്രിക്ക, യൂറോപ്പ്, അന്റാർട്ടിക്ക, മൗറീഷ്യസ്. ചിമ്പാൻസിയുടെ സ്വദേശം ആഫ്രിക്കയാണ്. 116 ക്വസ്റ്റ്യൻ നോക്കാം. ഒരു അരയന്നത്തിൻ്റെ ആയുർദൈർഘ്യം എത്ര വർഷമാണ്? 25 വർഷം, 20 വർഷം, 40 വർഷം, 50 വർഷം. ഒരു അരയന്നത്തിൻ്റെ ആയുർദൈർഘ്യം 40 വർഷമാണ്. 117 ക്വസ്റ്റ്യൻ നോക്കാം. നിരാഹാരക്കാരൻ എന്ന വിശേഷനാമമുള്ള പക്ഷി ഏത്? സരസൻ കൊക്ക്, ഒട്ടകപ്പക്ഷി, മൈന, ഉപ്പൻ. നിരാഹാരക്കാരൻ എന്ന വിശേഷനാമമുള്ള പക്ഷിയാണ് സരസൻ കൊക്ക്. 118 ക്വസ്റ്റ്യൻ നോക്കാം. പേശികളെ ബാധിക്കുന്ന രോഗമേത്? പയോറിയ, സാർസ്, കണ, ടെറ്റനിസ്. പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനസ്. 119 ക്വസ്റ്റ്യൻ നോക്കാം. പക്വാശയം ശരീരത്തിലെ ഏത് ഭാഗത്താണ്? കുടൽ, വയർ, കോശം, നാഡി. പക്വാശയം ശരീരത്തിലെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? കുടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. 120 ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രൈൻഡിംഗ് മെഷീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശരീരഭാഗം ഏത്? ആമാശയം, വൃക്ക, കണ്ണ്, പ്ലീഹ. ഗ്രൈൻഡിംഗ് മെഷീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശരീരഭാഗമാണ് ആമാശയം. 121 ചോദ്യം നോക്കാം. മരം കയറുവാൻ കഴിവുള്ള മത്സ്യം ഏത്? ഈൽ മത്സ്യം, സ്രാവ്, ചാള, ശീലാകാന്ത്. മരം കയറുവാൻ കഴിവുള്ള മത്സ്യമാണ് ശീലാകാന്ത് മത്സ്യം. 122 ചോദ്യം നോക്കാം. 44 പല്ലുകളുള്ള ജീവി ഏത്? നായ, പശു, ആമ, കുതിര. 44 പല്ലുകളുള്ള ജീവിയാണ് കുതിര. 123 ചോദ്യം നോക്കാം. അണലി വിഷാംശം ബാധിക്കുന്ന ശരീരാവയവമേത്? വൃക്ക, മസ്തിഷ്കം, ഹൃദയം, നാഡീവ്യൂഹം. അണലിയുടെ വിഷം മനുഷ്യനിൽ ബാധിക്കുന്നത് വൃക്കയെയാണ്. 124 ചോദ്യം നോക്കാം. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയുന്നത് ഏതിനെയാണ്? സൾഫ്യൂരിക് ആസിഡ്, നൈട്രസ് ഓക്സൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, പൊട്ടാസ്യം. ചിരിപ്പിക്കുന്ന വാതകം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡാണ്. 125 ചോദ്യം നോക്കാം. ആസാമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? സരസ്വതി, യമുന നദി, ഗംഗാ നദി, ബ്രഹ്മപുത്ര നദി. ആസാമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. 126 ചോദ്യം നോക്കാം. സൗജന്യമായി ഇമെയിൽ സൗകര്യം ലഭ്യമാക്കുന്ന ഇൻ്റർനെറ്റിലെ പ്രശസ്തമായ സൈറ്റ് ഏതാണ്? ഇൻട്രാനെറ്റ്, ഹോട്ട്മെയിൽ, ജെപ്പെഗ് ഇവയൊന്നുമല്ല. ഹോട്ട്മെയിലാണ് ശരിയായ ഉത്തരം. 127 ചോദ്യം നോക്കാം. ആന്ധ്രാപ്രദേശിലെ നൃത്തരൂപം ഏത്? കൃഷ്ണനാട്ടം, ഒഡീസി, കുച്ചിപ്പുടി, കഥക്. ആന്ധ്രാപ്രദേശിലെ പ്രധാന നൃത്തരൂപമാണ്
കുച്ചിപ്പുടി. 128-ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 129-ാമത്തെ ചോദ്യം നോക്കാം. ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി മാർക്സിൻ്റെ ജീവചരിത്രം തയ്യാറാക്കിയതാര്? EMS, PC ജോഷി, MN റോയ്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു. 130-ാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നു? 30%, 60%, 80%, 90%. 80% ജലം അടങ്ങിയിരിക്കുന്നു. 131-ാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? സ്റ്റേപ്പിസ്, ടിബിയ, റേഡിയസ്, റോവിൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. 132-ാമത്തെ ചോദ്യം നോക്കാം. ശബ്ദത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന ഉപകരണമേത്? ഐസോടോപ്പ്, മൈക്രോഫോൺ, ട്രാൻസ്ഫോർമർ, ബാരോസ്കോപ്പ്. മൈക്രോഫോണാണ് ശരിയായ ഉത്തരം. 133-ാമത്തെ ചോദ്യം നോക്കാം. ഫ്രാൻസിലെ പ്രസിഡന്റിൻ്റെ വാസസ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എലീസി കൊട്ടാരം, ഡൗണിംഗ് സ്ട്രീറ്റ്, വൈറ്റ് ഹൗസ്, ക്രെംലിൻ. എലീസി കൊട്ടാരം എന്നാണ്. 134-ാമത്തെ ചോദ്യം നോക്കാം. ടെന്നീസ് റാക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന നാരുകൾ ഏത്? കാർബൺ നാരുകൾ, റോവിൽ, റയോൺ, നൈലോൺ. ടെന്നീസ് റാക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന നാരുകൾ കാർബൺ നാരുകളാണ്. 135-ാമത്തെ ചോദ്യം നോക്കാം. ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ, ചൈന, അമേരിക്ക, റഷ്യ. ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. 136-ാമത്തെ ചോദ്യം നോക്കാം. അന്താരാഷ്ട്ര കുടുംബ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 8, മെയ് 3, മെയ് 15, മെയ് 17. അന്താരാഷ്ട്ര കുടുംബ ദിനമായി ആചരിക്കുന്നത് മെയ് 15-നാണ്. 137-ാമത്തെ ചോദ്യം നോക്കാം. തായ്വാൻ്റെ പഴയ പേരെന്ത്? സയാം, ഫോർമോസ, ദഹോമി, ബെലീസ്. തായ്വാൻ എന്ന ഭീകര സംഘടനയുടെ പഴയ പേര് ഫോർമോസോ എന്നായിരുന്നു. 138-ാമത്തെ ചോദ്യം നോക്കാം. ഇക്വഡോറിൻ്റെ നാണയം ഏത്? സുക്രി, യെൻ, റുപ്പിയ, കറൻസി. ഇക്വഡോറിൻ്റെ നാണയം അറിയപ്പെടുന്നത് സുക്രി എന്നാണ്. 139-ാമത്തെ ചോദ്യം നോക്കാം. വേരുകളില്ലാത്ത സസ്യം ഏത്? സാൽവീനിയ, സൈറ്റോകിനിൻ, ഓർക്കിഡ്, കുളവാഴ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വേരുകളില്ലാത്ത സസ്യമാണ് സാൽവീനിയ. 140-ാമത്തെ ചോദ്യം നോക്കാം. GST ബിൽ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏത്? ഫ്രാൻസ്, ജപ്പാൻ, റഷ്യ, ഇറ്റലി. GST ബിൽ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യമായിരുന്നു ഫ്രാൻസ്. 141-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് ആര്? മുഹമ്മദ് യൂനസ്, ഗിരീഷ് ചന്ദ്ര, ഗോപാലസ്വാമി അയ്യർ, മഹേന്ദ്ര പ്രസാദ്. 141-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം മുഹമ്മദ് യൂനസ് ആണ്. 142-ാമത്തെ ചോദ്യം നോക്കാം. കാലാവധി പൂർത്തിയാകാത്ത പഞ്ചവത്സര പദ്ധതി ഏത്? 2-ാം പഞ്ചവത്സര പദ്ധതി, 3-ാം പഞ്ചവത്സര പദ്ധതി, 5-ാം പഞ്ചവത്സര പദ്ധതി, 7-ാം പഞ്ചവത്സര പദ്ധതി. 5-ാം പഞ്ചവത്സര പദ്ധതിയാണ് ശരിയായ ഉത്തരം. 143-ാമത്തെ ചോദ്യം നോക്കാം. ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി ആര്? M വിശ്വേശ്വരയ്യ, SN അഗർവാൾ, മുഹമ്മദ് സാദുള്ള, N മാധവറാവു. M വിശ്വേശ്വരയ്യയാണ് ശരിയായ ഉത്തരം. 144-ാമത്തെ ചോദ്യം നോക്കാം. വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവുള്ള ജില്ല ഏത്? വയനാട്, പാലക്കാട്, ഇടുക്കി, കാസർഗോഡ്. വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട് ജില്ല. 145-ാമത്തെ ചോദ്യം നോക്കാം.
ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കളമശ്ശേരി, കലവൂർ, കുണ്ടറ, വെള്ളൂർ. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരിയിലാണ്. 146-ാമത്തെ ചോദ്യം നോക്കാം. മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി ഏത്? കുന്തിപ്പുഴ, തൂതപ്പുഴ, പെരിയാർ, കബനി. മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദിയാണ് കുന്തിപ്പുഴ. 147-ാമത്തെ ചോദ്യം നോക്കാം. ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? എസ് രാമാനുജൻ, അച്യുതമേനോൻ, ഡോക്ടർ അംബേദ്കർ, കെ.എം. മുൻഷി. എസ് രാമാനുജൻ്റെ. 148-ാമത്തെ ചോദ്യം നോക്കാം. മതംഗലീല ഏത് മൃഗത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ്? ആന, സിംഹം, കടുവ, കാട്ടുപോത്ത്. മാതംഗലീല ഏത് മൃഗത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ്? ആനയെക്കുറിച്ചുള്ള ഗ്രന്ഥം. 149-ാമത്തെ ചോദ്യം നോക്കാം. ബാർകോഡ് രേഖപ്പെടുത്തിയ ആദ്യത്തെ ഉൽപ്പന്നം ഏത്? ചൂയിംഗം, ലെയ്സ്, കേക്ക്, അലുവ. ബാർകോഡ് രേഖപ്പെടുത്തിയ ആദ്യത്തെ ഉൽപ്പന്നമായിരുന്നു ചൂയിംഗം. 150-ാമത്തെ ചോദ്യം നോക്കാം. ജൂലിയസ് സീസർ ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു? ഇറ്റലി, റോം, പലസ്തീൻ, ബാബിലോണിയ. ജൂലിയസ് സീസർ റോമിലെ ഭരണാധികാരിയായിരുന്നു. 151-ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ടെമ്പിൾ ടട്ടിൽ? ടെമ്പിൾ ടട്ടിൽ എന്നത് വാൽനക്ഷത്രമാണ്. 152-ാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏത്? അയോർട്ട, പൾമണറി, കൊറോണറി ആർട്ടറീസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ് അയോർട്ട. 153-ാമത്തെ ചോദ്യം നോക്കാം. മൗര്യവംശത്തിൻ്റെ ആസ്ഥാനം എവിടെ? പാടലീപുത്രം, കാഞ്ചീപുരം, വാരണാസി, അയോധ്യ. മൗര്യവംശത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്തിരുന്നത് പാടലീപുത്രത്തായിരുന്നു. 154-ാമത്തെ ചോദ്യം നോക്കാം. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം? ഓക്സീകരണം, ക്ലോറീകരണം, ബാഷ്പീകരണം. ഇവയൊന്നുമല്ല. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. 155-ാമത്തെ ചോദ്യം നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ കൃഷി മാസിക ഏത്? കർഷകമിത്രം, കൃഷിക്കാരൻ, കേസരി, കർഷകശ്രീ. മലയാളത്തിലെ ആദ്യത്തെ കൃഷി മാസികയായിരുന്നു കൃഷിക്കാരൻ. 156-ാമത്തെ ചോദ്യം നോക്കാം. കാവ്യപീഠിക എന്ന നിരൂപണ ഗ്രന്ഥത്തിൻ്റെ രചയിതാവാര്? ജോസഫ് മുണ്ടശ്ശേരി, ഭാസ്കരമേനോൻ, എ.കെ. ഗോപാലൻ, ഡി. പത്മനാഭൻ. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. 157-ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈദ്യുതവാഹി അല്ലാത്തത് ഏത്? സ്വർണം, ചെമ്പ്, ഇരുമ്പ്, പ്ലാസ്റ്റിക്. വൈദ്യുതവാഹി അല്ലാത്തത് പ്ലാസ്റ്റിക് ആണ്. 158-ാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യൻ്റെ തലയോട്ടിൽ ആകെ എത്ര അസ്ഥികളാണ് ഉള്ളത്? 12 അസ്ഥികൾ, 8 അസ്ഥികൾ, 33 അസ്ഥികൾ, 15 അസ്ഥികൾ. മനുഷ്യൻ്റെ തലയോട്ടിൽ 8 അസ്ഥികളാണ് ഉള്ളത്. 159-ാമത്തെ ചോദ്യം നോക്കാം. ധ്രുവപ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രക്ഷേപമേത്? ലാംബർട്ട്, ബോൺ, സിലിണ്ടറിക്കൽ, കോണിക്കൽ. ലോംബർട്ടാണ് ശരിയായ ഉത്തരം. 160-ാമത്തെ ചോദ്യം നോക്കാം. ലക്ഷക്കണക്കിന് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കൺഭിത്തിയുടെ പാളിയേത്? കോർണിയ, രക്തപടലം, ദൃഷ്ടിപടലം, ദൃഢപടലം. രക്തപടലമാണ് ശരിയായ ഉത്തരം. 161-ാമത്തെ ചോദ്യം നോക്കാം. എന്തിൻ്റെ അമിത ഉൽപ്പാദനമാണ് വൃക്കകളിൽ കാൽസ്യം കല്ലുകൾ ഉണ്ടാവുവാൻ കാരണമാകുന്നത്? തൈറോക്സിൻ, പാരാതെർമോൺ, കാൽസിത്രോണിൻ, അഡ്രിനാലിൻ. തൈറോക്സിനാണ് ശരിയായ ഉത്തരം. 162-ാമത്തെ ചോദ്യം നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? കാൾ മാർക്സ്, വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ.
കാൾ മാർക്സ് ആണ് ശരിയായ ഉത്തരം. 163 ചോദ്യം. പഞ്ചാബിലെ ഗോൾഡൻ ക്ഷേത്രത്തിൽ തീവ്രവാദികളെ പുറത്താക്കാൻ പോലീസ് ഉപയോഗിച്ച നയത്തിൻ്റെ പേരെന്ത്? ഓപ്പറേഷൻ ടൈഗർ, ഓപ്പറേഷൻ റീനോ, ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ, ഓപ്പറേഷൻ ഹോപ്പ്. ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറാണ് ശരിയായ ഉത്തരം. 164 ചോദ്യം. ഒട്ടകപ്പക്ഷിയുടെ കാലിൽ എത്ര വിരലുകളാണ് ഉള്ളത്? 2 വിരലുകൾ, 3 വിരലുകൾ, 4 വിരലുകൾ, 5 വിരലുകൾ. ഒട്ടകപ്പക്ഷിയുടെ കാലിൽ 2 വിരലുകളാണ് ഉള്ളത്. 165 ചോദ്യം. ജാതിക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? തിരുവനന്തപുരം, കാസർഗോഡ്, എറണാകുളം, പാലക്കാട്. ജാതിക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. 166 ചോദ്യം. ആവാസ വ്യവസ്ഥയ്ക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്ന സംരക്ഷണ പ്രദേശങ്ങളെ വിളിക്കുന്ന പേര്? ദേശീയോദ്യാനങ്ങൾ, വിളനിലങ്ങൾ, പരിസ്ഥിതിലോല പ്രദേശങ്ങൾ, പാക്കേജ് സിസ്റ്റം. ദേശീയോദ്യാനങ്ങൾ എന്ന് വിളിക്കുന്നു. 167 ചോദ്യം. ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാൻ കഴിവുള്ള ജീവി ഏത്? ആന, നായ, പൂച്ച, കുറുക്കൻ. ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാൻ കഴിവുള്ള ജീവിയാണ് ആന. 168 ചോദ്യം. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യ? ഹോളോഗ്രാം, സെലിഗ്രാം, മോണോഗ്രാം, ബെൻസോൺ. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാം. 169 ചോദ്യം. 69 ചോദ്യം. സൗരയൂഥത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം ഏത്? ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ. 169 ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം വ്യാഴമാണ്. 170 ചോദ്യം നോക്കാം. ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 10 വർഷം, 12 വർഷം, 14 വർഷം, 20 വർഷം. ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് 12 വർഷമാണ്. 171 ചോദ്യം നോക്കാം. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്? ലീച്ചിങ്, ഫ്യൂറിങ്, ഡ്രോപ്സോ, ഡ്രൗൺ. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ലീച്ചിങ് എന്നാണ്. 172 ചോദ്യം നോക്കാം. ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് യന്ത്രം ഏതായിരുന്നു? അബാക്കസ്, കമ്പ്യൂട്ടർ, ടൈപ്പ് റൈറ്റർ, സ്പ്രിങ്ങർ. ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് യന്ത്രം ആയിരുന്നു അബാക്കസ്. 173 ചോദ്യം. ചെക്കുകൾ പ്രോസസ്സ് ചെയ്യാൻ ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനം ഏത്? MICR, RLB, HYC, MRCK. MICR ആണ്. 174 ചോദ്യം നോക്കാം. ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ മെസ്സേജ് ആപ്ലിക്കേഷൻ ഏത്? അലോ, ഭുവൻ, വിസോൾ, സെമ. ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ മെസ്സേജ് ആപ്ലിക്കേഷനാണ് അലോ. 175 ചോദ്യം നോക്കാം. ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപകൻ ആര്? GV രാജ, MK മുനീർ, CV പത്മരാജൻ, MK കേശവൻ. സ്ഥാപകൻ GV രാജയായിരുന്നു. 176 ചോദ്യം നോക്കാം. ന്യൂസിലാൻഡിൻ്റെ ദേശീയ കായിക വിനോദം ഏത്? റഗ്ബി, ഹോക്കി, ക്രിക്കറ്റ്, കബഡി. ന്യൂസിലാൻഡിൻ്റെ ദേശീയ കായിക വിനോദമാണ് റഗ്ബി. 177 ചോദ്യം. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? MK മേനോൻ, K പത്മനാഭൻ നായർ, ചെറുകാട്, ജോർജ് വർഗീസ്. ജോർജ് വർഗീസിനാണ്. 178 ചോദ്യം നോക്കാം. കാൻഫെഡ് ഏതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ്? അനൗപചാരിക വിദ്യാഭ്യാസം, ബാലവേല, സ്ത്രീധന നിരോധന നിയമം, ശിശുഹത്യ. കാൻഫെഡ് അനൗപചാരിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ്. 179 ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പിക് ചിത്രം ഏത്? കണ്ടംപച്ച കോട്ട്, തച്ചോളി അമ്പു, ന്യൂസ് പേപ്പർ ബോയ്, പടയോട്ടം. തച്ചോളി അമ്പു ആയിരുന്നു. 180 ചോദ്യം നോക്കാം.
കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം ഏത്? 1972, 75, 1980, 1982. 1975 181 ചോദ്യം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? തൃക്കാക്കര ക്ഷേത്രം, ശബരിമല, മംഗളദേവി ക്ഷേത്രം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. 181 ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. 182 ചോദ്യം നോക്കാം. സ്വച്ഛ ഭാരത് വേൾഡ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര, തെലുങ്കാന, തമിഴ്നാട്, ബീഹാർ. 182 ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം മഹാരാഷ്ട്രയാണ്. 183 ചോദ്യം നോക്കാം. ദി വാൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആര്? സൗരവ് ഗാംഗുലി, സഹീർ ഖാൻ, ഹർഭജൻ സിംഗ്, കപിൽ ദേവ്. 183 ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഹർഭജൻ സിംഗ് ആണ്. 184 ചോദ്യം നോക്കാം. ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്ന കൂൺജാതി സസ്യമേത്? ഈസ്റ്റ്, കുമിൾ, പൂപ്പ് ഇവയൊന്നുമല്ല. 184 ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഈസ്റ്റാണ്. 185 ചോദ്യം നോക്കാം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം? മാലക്കണ്ണ്, നിശാന്തത, തിമിരം, ഹീലിയ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗമാണ് മാലക്കണ്ണ്. 186 ചോദ്യം നോക്കാം. ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിരയേത്? ആരവല്ലി, ആൽപ്സ്, ഹിമാലയം, അറ്റ്ലസ്. ആരവല്ലിയാണ് ശരിയായ ഉത്തരം. 187 ചോദ്യം നോക്കാം. ഭൂമിയുടെ ആകൃതി എന്ത്? ഗോളാകൃതി, വൃത്താകൃതി, ജിയോയിഡ്, പരന്നത്. ഭൂമിയുടെ ആകൃതി എന്ത്? ജിയോയിഡാണ് ശരിയായ ഉത്തരം. 188 ചോദ്യം നോക്കാം. കേരളത്തിലെ ഒരു പുരാതന തുറമുഖം ഏത്? കൊടുങ്ങല്ലൂർ, ബേപ്പൂർ, അഴീക്കോട്, ചാലോട്. കേരളത്തിലെ ഒരു പുരാതന തുറമുഖമാണ് കൊടുങ്ങല്ലൂർ. 189 ചോദ്യം നോക്കാം. നൈഫ്രോണുകൾ എന്ന സൂക്ഷ്മകോശങ്ങൾ കാണുന്നത് എവിടെ? വൃക്കയിൽ, ബ്രെയിനിൽ, ചെറുകുടലിൽ, സുഷുമ്നയിൽ. നൈഫ്രോണുകൾ എന്ന സൂക്ഷ്മകോശങ്ങൾ കാണപ്പെടുന്നത് വൃക്കയിലാണ്. അവസാനത്തെ ചോദ്യം നോക്കാം. സ്തനങ്ങൾ വലുതും ഉരുണ്ടതുമായി കാണപ്പെടുന്ന സ്ത്രീകളുടെ സവിശേഷത? പാവമായിരിക്കും, അമിത സെക്സ് താൽപ്പര്യം, അഹങ്കാരം ഉള്ളവർ, ദേഷ്യക്കാരായിരിക്കും. അമിത സെക്സ് താൽപ്പര്യമുള്ളവർ ആയിരിക്കും.